ജർമ്മനി ഇതുവരെ 4 തവണ ഫിഫ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമാണ്. 1954, 1974, 1990, 2014 എന്നീ വർഷങ്ങളിലാണ് ജർമ്മനി ലോകകപ്പ് നേടിയിട്ടുള്ളത്. ബ്രസീലിന് പിന്നാലെയായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് എന്ന നേട്ടങ്ങളിൽ ഇറ്റലിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കുവെക്കുന്നവരാണ് ജർമ്മനിക്കാർ. 1954 സ്വിറ്റ്സർലാൻഡിൽ നടന്ന ലോകകപ്പിൽ ഹംഗറിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ ആദ്യ ലോകകപ്പ് നേടിയത്. 1974 സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ചു. 1990 പിന്നീട് ഇറ്റലിയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ വീഴ്ത്തി. 2014 അവസാനമായി അവരുടെ കിരീട നേട്ടം. ആ ഫൈനൽ ആരാധകർ മറന്നു കാണില്ല. ലിയോണൽ മെസ്സിയുടെ അർജന്റീനയെ ഒരൊറ്റ ഗോളിൽ, എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഒരൊറ്റ ഗോളിൽ, മരിയോ ഗോട്സയുടെ ഒരൊറ്റ ഗോളിൽ തോൽപ്പിച്ച മെസ്സിയുടെ കണ്ണീര് വീഴ്ത്തി അവർ അന്ന് ബ്രസീൽ ലോകകപ്പിൽ ജേതാക്കളായി. അതിനുശേഷം അവർക്ക് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം കൂടിയുണ്ട്. ജർമ്മനിയുടെ ലോകകപ്പ് നേട്ടങ്ങൾ ഇതാണ്: 1954, 74, 1990, ഏറ്റവും ഒടുവിൽ 2014. പക്ഷേ അതിനുശേഷം ജർമ്മനി എവിടെ പോയി എന്ന് ചോദിക്കുന്നവരായിരുന്നു എല്ലാവരും. കാരണം അതിനുശേഷം നടന്ന 2 ലോകകപ്പിലും അവർ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം 2018 പോകാം. 2018 അവർ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവുന്ന കാഴ്ചയാണ് കണ്ടത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 1938 ശേഷം ആദ്യമായിട്ടായിരുന്നു ജർമ്മനി ഇത്രയും ദാരുണമായി ഒരു ലോകകപ്പിൽ നിന്ന് പുറത്താവുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ മെക്സിക്കോയോട് 1-0 തോറ്റു. രണ്ടാം മത്സരത്തിൽ സ്വീഡനെ 2-1 തോൽപ്പിച്ച് ആശ്വാസം നേടി. പക്ഷേ മൂന്നാം മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ട് 3 പോയിന്റുമായി ഗ്രൂപ്പിൽ അവസാന സ്ഥാനക്കാരായി. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അവരുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു ലോകകപ്പായിരുന്നു 2018. അതായത് ലോക ചാമ്പ്യന്മാർ തൊട്ടടുത്ത എഡീഷനിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവും എന്ന് പറയുക ഒരു തരത്തിലുള്ള ഒരു ഭാഗ്യക്കേടൊക്കെ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചു പോയി എന്ന് ജർമ്മനിയുടെ കാര്യത്തിലും അന്നൊക്കെ തന്നെ ആളുകൾ വാദിച്ചിരുന്നു. ഇനി 2022 ലോകകപ്പിലും ജർമ്മനിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റത്. ഖത്തർ ലോകകപ്പിൽ തുടർച്ചയായ 2ാം തവണയും ജർമ്മനി ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ മത്സരത്തിൽ ജപ്പാനോട്, അവിടെയും വില്ലനായത് ജപ്പാനാണ്, 1-2 എന്ന സ്കോറിന് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങി. 2ാം മത്സരത്തിൽ സ്പെയിനുമായി 1-1 സമനിലയായിരുന്നു. അവസാന മത്സരത്തിൽ കോസ്റ്ററിക്കയെ 4-2 തോൽപ്പിച്ചെങ്കിലും ജപ്പാൻ സ്പെയിനെ അട്ടിമറിച്ചതോടെ ജപ്പാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഗോൾ വ്യത്യാസത്തിൽ ജർമ്മനിയെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത 2 ലോകകപ്പുകൾക്ക് ശേഷം ഇത്തവണ അത്ഭുതങ്ങൾ തീർക്കാനാണ് ജൂലിയൻ നെഗൽസ്മാനും സംഘവും എത്തുന്നത്.